അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കടബാധ്യതകൾ കാരണം വഴിമുട്ടി നിൽക്കുന്നവരാണോ? എങ്കിൽ ഒരു കുടുംബത്തിന് ലക്ഷക്കണക്കിന് കടം വീടാൻ കാരണമായ അവർക്ക് അത്ഭുതകരമായി വഴി തുറന്നുകൊടുത്ത ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഒരുപാട് കടം വന്ന് ജപ്തി നോട്ടീസ് വരെ ലഭിച്ച ഒരു സാധാരണ കുടുംബത്തിന്റെ അനുഭവമാണിത്. ബാങ്കിൽ നിന്നും ഓഫീസുകളിൽ നിന്നും നിരന്തരം കോളുകൾ വരുമായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു ഉസ്താദ് പറയുന്നത് കേൾക്കുകയും ഈ പ്രാർത്ഥന ജീവിതത്തിൽ പതിവാക്കാൻ തുടങ്ങി. അത്ഭുതം എന്തെന്നാൽ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവർക്ക് രക്ഷ നേടാൻ കഴിഞ്ഞു. അള്ളാഹു അവർക്ക് വലിയൊരു വഴി തുറന്നു കൊടുക്കുകയും ചെയ്തു. വിചാരിക്കാത്ത സമയത്തിനുള്ളിൽ വിചാരിക്കാത്ത വഴികൾ അള്ളാഹു തുറന്നു കൊടുത്തു. നിത്യജീവിതത്തിൽ നിങ്ങൾ ഉറപ്പായും ഇത് ചെയ്തു നോക്കൂ. അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ അനുഗ്രഹം നിങ്ങൾക്കും ലഭിക്കും. നിങ്ങളുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അള്ളാഹു നീക്കിത്തരുകയും കടങ്ങൾ മാറാനുള്ള മാർഗം അള്ളാഹു നൽകുകയും ചെയ്യുന്നതാണ്. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായമായ സൂറത്ത് ആലിമ്രാനിലെ 26-ാം ആയത്താണിത്. അള്ളാഹുവിൻ്റെ പരമാധികാരത്തെയും മഹത്വത്തെയും മനോഹരമായി പ്രഖ്യാപിച്ചു ഉന്നതമായൊരു പ്രാർത്ഥനയാണിത്. ഈ ആയത്തിൻ്റെ ലളിതമായ അർത്ഥവും അതിൻ്റെ മഹത്വവും പറയാം. അർത്ഥം: പറയുക, രാജ്യത്തിൻ്റെ അധീപനായ അള്ളാഹുവേ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ രാജാധികാരം നൽകുന്നു. നീ ഉദ്ദേശിച്ചവരിൽ നിന്ന് നീ രാജാധികാരം പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. നീ ഉദ്ദേശിച്ചവർക്ക് നീ പ്രതാപം നൽകുന്നു. നീ ഉദ്ദേശിച്ചവരെ നീ നിന്ദ്യരാക്കുകയും ചെയ്യുന്നു. നിന്റെ പക്കലാകുന്നു നന്മയുള്ളത്. തീർച്ചയായും നീ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. ഹദീസുകളിലും പണ്ഡിത വചനങ്ങളിലും ഈ ആയത്ത് പതിവാക്കിയാൽ ഓതുന്നതുകൊണ്ട് നിരവധി ഗുണങ്ങൾ വിവരിച്ചിട്ടുണ്ട്. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഈ ആയത്തും ഇത് കഴിഞ്ഞിട്ടുള്ള 27-ാമത്തെ ആയത്തും ചേർത്ത് പ്രാർത്ഥിക്കുന്നത് കടങ്ങൾ വീട്ടാൻ സഹായിക്കുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മലയോളം കടങ്ങളുണ്ടെങ്കിലും അള്ളാഹു അത് വീട്ടാനുള്ള വഴി തുറന്നു തരുക തന്നെ ചെയ്യും. ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാനും ഉപജീവനത്തിൻ്റെ ബറക്കത്ത് ഉണ്ടാകാനും ഈ പ്രാർത്ഥന ഉത്തമമാണ്. സമുദായത്തിൽ ജനങ്ങളുടെ സ്നേഹവും ബഹുമാനവും ലഭിക്കാനും ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്ന് രക്ഷ നേടാനും ഇത് ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. അധികാരവും സമ്പത്തും എല്ലാം അള്ളാഹുവിൻ്റെ കൈകളാണെന്ന ചിന്ത മനുഷ്യനെ വലിയ മാനസികാവസ്ഥയിലും ഭയമില്ലാതാക്കുകയും നൽകുന്നു. മനസമാധാനം ലഭിക്കാൻ ഈ ആയത്ത് പതിവാക്കുക. ചൊല്ലേണ്ട രീതി: എല്ലാ ഫർള് നിസ്കാരങ്ങൾക്കു ശേഷവും രാവിലെയും വൈകുന്നേരവും ഉറങ്ങാൻ കിടക്കുന്നതിനു മുൻപും ഈ ആയത്ത് ആത്മാർത്ഥമായി ഓതുക. 5 വഖത്ത് നിസ്കാരത്തിനു ശേഷം 7 തവണ വീതവും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ 70 തവണയും ഇത് പതിവാക്കുക. ഒരു സഹോദരി ഇത് നിത്യവും പതിവാക്കി നല്ല വിശ്വാസത്തോടു കൂടി പതിവാക്കി. അള്ളാഹു അവർക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ കടങ്ങൾ വീടാനുള്ള വഴി തുറന്നു കൊടുത്തു. കടങ്ങൾ വീടാൻ അള്ളാഹു ഹലാലായ നല്ലൊരു വഴി കാണിച്ചു തരും എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങളും ഇത് ജീവിതത്തിൽ പകർത്തി നോക്കൂ. ഇൻഷാ അള്ളാഹ് ഉറപ്പായും നിങ്ങളുടെ കടബാധ്യതകൾ മനസ്സിന് സമാധാനവും ലഭിക്കുന്നതാണ്. അള്ളാഹു എല്ലാവരുടെ കടങ്ങളെല്ലാം വീട്ടിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ജീവിതത്തിലെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അള്ളാഹു നീക്കിത്തരട്ടെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. ഷെയർ ചെയ്തു കൊടുക്കുന്ന കൂലിയും അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അള്ളാഹു ഐശ്വര്യവും ബറക്കത്തും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.